ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് 2 സെക്ഷൻ വർക്കൗട്ടുണ്ട് രാവിലെ തന്നെ. ഒന്ന് പൂക്കരത്തറ സ്കൂളിലും ഒന്ന് പിന്നെ മോഡേൺ സ്കൂളിലാണ്, പോട്ടൂരാണുള്ളത്. പിന്നെ ഫസ്റ്റ് സെക്ഷൻ പൂക്കരത്തറ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ആണ്. ശരി പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ. പിറ്റത്തെ സെക്ഷന് അത്ലറ്റിക്സിൻ്റെ വർക്കൗട്ടാണ്, അത് മോഡേൺ സ്കൂളിലാണ്. അപ്പോൾ അതാണ് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. അവിടുത്തെ റെപ്പറ്റീഷൻ വർക്കൗട്ടാണ്. അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ അതിലാണ് എഴുതുക. പിന്നെ ഇന്ന് കപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് മക്കൾക്ക്. അവർ ഹൈറ്റി ബാൻഡ് നല്ല ടൈറ്റാന്ന് പറയുന്നത് ഷ്യാമിൻ്റെ. നമ്മളൊരു അത്ലറ്റാണ്, നമ്മുടെ സ്റ്റുഡൻ്റാണ്. അവന് ഹൈറ്റി ബാൻഡ് നല്ല ടൈറ്റാന്ന് പറഞ്ഞപ്പോൾ അതും ചെയ്യാനുണ്ട്, അവനക്ക് കപ്പിങ് ചെയ്യാനുണ്ട്. ഇനി ആദ്യ സെക്ഷൻ പൂക്കരത്തറ സ്കൂളിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് അവിടുത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കണ്ടോളൂ. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത് പോകുന്നത് മോഡേൺ സ്കൂളിലേക്കാണ്. ഇനി അവിടുത്തെ സെക്ഷൻ വർക്കൗട്ട് കാണാം. അങ്ങനെ മോഡേൺ സ്കൂളിലെത്തി. അങ്ങനെ റെപ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത് 600 റെപ്പറ്റീഷനാണ്. അത്യാവശ്യം എല്ലാവരും നല്ല ടയർഡാണ്. ഈ ഓഫ് സീസൺ തുടങ്ങിയിട്ട് ഇപ്പോൾ 20 ഡേയ്സ് അങ്ങോട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മാക്സിമം അവരെ കൂടെ നമ്മൾ മോട്ടിവേഷൻ ചെയ്ത് അവരെ കൂടെ നിന്നിട്ട് എന്നാൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം അവരെ കൂടെ പുഷ് ചെയ്ത് നിന്നിട്ടുണ്ട് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം എല്ലാവരും നല്ല ടയർഡായിരിക്കണം, എന്നാലും നമ്മളവിടെ കൂടെ നിന്ന് ചെയ്ത് അവരുടെ കൂടെ ഓടിക്കൊടുത്തും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവർ റെപ്പറ്റീഷൻ കംപ്ലീറ്റ് ആയി. 6 റെപ്പറ്റീഷനാണ് 600 ഉള്ളത്. അത് കംപ്ലീറ്റ് ചെയ്ത് കുഴപ്പമില്ല. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് റെപ്പറ്റീഷൻ എന്നുള്ളത്. നിങ്ങൾ കണ്ടോ, അവർ പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്ഷീണമുണ്ട് കാര്യങ്ങളൊക്കെ. ഓടണ്ടേ സെബീന എത്ര ഓടണ്ടേ? അങ്ങനെയുണ്ട് 600 റെപ്പറ്റീഷൻ. കുഴപ്പമില്ല. സെബീനോ സത്തിക്കണം അങ്ങോട്ട് നോക്കിയേ. ആർക്കിയാ എങ്ങനെയുണ്ട്? 300 അടിപൊളിയായിരുന്നു. നിശാം എങ്ങനെയുണ്ടാ 300 വർക്കൗട്ട്? തള്ളിയാ? നല്ല തള്ളിയാ? ഭക്ഷണം കഴിക്കുന്ന ടൈമായി കഴിഞ്ഞാൽ നമ്മളത് കഴിക്കണം. എന്തുണ്ടായി കഴിഞ്ഞാലും എന്ത് തിരക്കാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഇന്ന് കറക്റ്റ് ഭക്ഷണം കഴിക്കണം അല്ലേ നിശാമേ? നിശാമിൻ്റെ IT ബാൻഡ് എല്ലാം ടൈറ്റാണ്. അപ്പോൾ നമ്മൾ കപ്പിങ് വെച്ചിട്ട് അത് ലൂസ് ചെയ്യണം. അങ്ങനെ കപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ടൈറ്റ് ആയിക്കുന്ന മസിൽ ഫ്രീ ആവും. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഇന്നത്തെ സെക്ഷൻ വർക്കൗട്ട് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സായിട്ടും നട്ട്സായിട്ടും പഴമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഞാൻ കൊണ്ടുവരാൻ പറയലുണ്ട്. നമ്മളെ വർക്കൗട്ട് പോലെ തന്നെ ഫുഡ് മസ്റ്റാണ്. ഫുഡിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഫുഡ് നന്നായിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ റെസ്റ്റ്, വെള്ളം, ഇതൊക്കെ നിർബന്ധമായിട്ട് നമ്മളിതിൻ്റെ കൂടെ കൊണ്ടുപോകണം. എന്നാലും നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ വർക്കൗട്ട് മാത്രമായിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ ഫുഡ് നന്നായി സെറ്റ് ചെയ്യണം, റെസ്റ്റ്, വെള്ളം, ഇതൊക്കെ അതിൻ്റെ കൂടെ ഒരുമിച്ച് പോകണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതാണ് എൻ്റെ 2 സെക്ഷൻ, മോർണിംഗിലത്തെ 2 സെക്ഷൻ വർക്കൗട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു.